മകളുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ അമ്മയെ പാമ്പ് കടിച്ചു. പാലക്കാട് അടിച്ചിറ സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സംഭവം. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അരുൺ ആലത്തൂർ ചേരുകയാണ്. വിവരങ്ങളുമായി അരുൺ, പാമ്പ് കടിച്ച യുവതിയുടെ ആരോഗ്യസ്ഥിതി ഇപ്പോൾ എന്താണ്? മറ്റു വിശദാംശങ്ങൾ. ദേവിക, ഇപ്പോൾ പാമ്പ് കടിയേറ്റ യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. ഇന്ന് രാവിലെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. പാലക്കാട് അടിച്ചിറ സ്വദേശിയായ ഗായത്രിക്കാണ് ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ മകൾക്ക് ഡെങ്കുപ്പനി ബാധിച്ചതിനെ തുടർന്ന് കാണിക്കാൻ വേണ്ടി പോയപ്പോൾ ഇത്തരത്തിൽ ആശുപത്രിയിൽ നിന്നും പാമ്പ് കടിയേറ്റിരിക്കുന്നത്. എന്താണ് ചേച്ചി സംഭവിച്ചത്? ഇന്നലെ കുട്ടിനെ സുഖമില്ലാതെ കൊണ്ടുപോയതാ. ഡെങ്കു ഫീവറാന്ന് പറഞ്ഞ് അഡ്മിറ്റ് ആക്കി. അപ്പോൾ അവർ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്തു. ഇന്ന് കാലത്ത് യൂറിൻ ടെസ്റ്റ് കൂടി ചെയ്യാൻ പറഞ്ഞപ്പോൾ കുട്ടിക്ക് യൂറിൻ എടുത്തതാണ്. അപ്പോൾ യൂറിൻ എടുത്തപ്പോഴും യൂറിൻ താഴെ പോയി. അത് അടിച്ചു വിടാനായിട്ട് ചൂലെടുത്തപ്പോഴും ചൂലിൻ്റെ അടിയിൽ പാമ്പ് കിടക്കുന്നു. അത് കടിച്ച പാട് പിന്നെ അവിടെ അവർ എത്രയും വേഗം പാലക്കാട് കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ ആംബുലൻസിൽ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇപ്പോൾ 24 hours ഒബ്സർവേഷനിലാണ് ആൾ. ആശുപത്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ചൂലാണല്ലേ? അതെ, ആശുപത്രിയിൽ വെച്ചിട്ടുണ്ടായിരുന്ന വാർഡിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്ന ചൂലാണ്. അതെ, അതിൽ നിന്നാണ് പാമ്പ് കടിയിട്ടത്. ഇപ്പോൾ ഈ പാമ്പിനെ തന്നെ അപ്പൊ തന്നെ അവർ പിടിക്കുകയുണ്ടായിട്ടുണ്ട്. അതിന്റെ ഒരു കുപ്പിയിലാക്കുകയും അവർ ചെയ്തു എന്നുള്ളതാണ്. യുവതിയുടെ ഭർത്താവാണ് ആ പാമ്പിനെ അപ്പൊ തന്നെ പിടികൂടി അതിനെ കുപ്പിയിലാക്കിയത്. അത് എന്ത് പാമ്പാണെന്ന് അവർക്ക് ആദ്യം അത്ര അറിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഡോക്ടർമാരെ ഉൾപ്പെടെ കാണിക്കുന്നതിന് വേണ്ടി യുവതിയുടെ ഭർത്താവ് അതിനെ ഒരു കുപ്പിയിലാക്കിയിരിക്കുന്ന ദൃശ്യങ്ങളിൽ ആ പാമ്പ് കാണാൻ സാധിക്കും. ഏതായാലും ആശുപത്രിക്ക് അകത്തു നിന്നും ഇത്തരത്തിൽ ചിറ്റൂർ താലൂക്ക് ആശുപത്രിക്ക് അകത്തു നിന്നും ഇത്തരത്തിൽ യുവതിക്ക് പാമ്പ് കടിയേറ്റതോടുകൂടെ വലിയ ഒരു ആശങ്കയിലാണ് ഇവർ. ഈ ആശുപത്രിക്കെതിരെ വലിയ ഒരു വിമർശനം ഇവർ ഉയർത്തുന്നുണ്ട്. അവിടെ ഒരു വൃത്തിഹീനമായ സാഹചര്യമാണ് ആശുപത്രിയിലുള്ളത്. എപ്പോഴും ഇത്തരത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ, ചികിത്സ സംബന്ധമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു എന്നൊരു പരാതി നേരത്തെ പറയുണ്ടായിരുന്നല്ലേ? ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിലെ ഈ എലിയും അതുപോലെ തന്നെ മറ്റേ പലതരത്തിലുള്ള ഇഴജന്തുക്കളും ഒക്കെ നിരന്തരം വന്ന് അവിടെ ഉള്ളതാണ്. അതവിടെ ഒരു വൃത്തിഹീനമായിട്ടുള്ള അന്തരീക്ഷത്തിലാണ് ആ ആശുപത്രി ഉള്ളത്. ഇത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പെരിച്ചാഴിയും മറ്റുമൊക്കെ ആയിട്ട് അവിടെയുള്ള അമ്മമാർ ഈ തരത്തിലുള്ള പരാതികളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ മന്ത്രിയായിട്ടുള്ള കൃഷ്ണൻകുട്ടിയേട്ടൻ്റെ നിയോജകമണ്ഡലത്തിൽപ്പെട്ടിട്ടുള്ള ഈ ഒരു ആശുപത്രി ഇത്തരത്തിലുള്ള അനാസ്ഥകൾ നടക്കുന്നത് തീർത്തും ഒരു ജനങ്ങളോടുള്ളൊരു വെല്ലുവിളിയെ ആരോഗ്യ മേഖല പൂർണ്ണമായും താർന്നിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് കാണുന്നത്. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ആ ഡെങ്കു പനി ബാധിച്ചിട്ടുള്ള കുട്ടി ഇപ്പോഴും അവിടെ ട്രീറ്റ്മെന്റ് ഒന്നും കൊടുക്കാതെ പുറത്തിരുത്തിയിരിക്കുകയാണ് ഈ ഹോസ്പിറ്റലിൽ. ഇവിടെയും വേണ്ട രീതിയിലുള്ള ശുശ്രൂഷകൾ 8 മാസം പ്രായമായിട്ടുള്ള കുഞ്ഞുങ്ങൾക്ക് നൽകിയിട്ടില്ല എന്നുള്ളതാണ് വളരെ വേദനാജനകമായിട്ടുള്ള ഒരു സംഭവം. ഇതിനെതിരെ ശക്തമായിട്ടുള്ള ആശുപത്രി അധികൃതർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടിയെടുക്കണമെന്നാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. കുഞ്ഞിനും ഇപ്പോൾ ചികിത്സ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് കാണിച്ചപ്പോൾ പറഞ്ഞത് ചിറ്റൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ ബ്ലഡ് റിപ്പോർട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നമ്മൾ ആ ടെൻഷനിൽ വരുമ്പോൾ ബ്ലഡ് റിപ്പോർട്ട് എടുക്കാൻ മറന്നായിരുന്നു. അപ്പോൾ ഇവിടെ ഒന്ന് പറഞ്ഞപ്പോൾ ഇവർ പറയുന്നത് അവിടുത്തെ റിപ്പോർട്ട് കണ്ടാൽ ഇവിടെ അഡ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്. അവരെ ഞങ്ങൾ വിളിച്ച് പറഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് നമ്മളൊന്നും പറയുന്നതിന് മുമ്പേ അവർ ഫോൺ കട്ട് ചെയ്യുക ചെയ്തത്. സഹോദരിയുടെ ആരോഗ്യനില സംബന്ധിച്ച് എന്താണ് ആശുപത്രി 24 മണിക്കൂർ കഴിഞ്ഞിട്ടൊന്നും പറയാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. കടിച്ച് നല്ല പാട് വന്നിട്ടുണ്ട്. എന്താണ് കയ്യിൽ ഈ ഭാഗത്തായിട്ട് ഒരു കീറല് വന്നിട്ടുണ്ട് കയ്യില്. നമ്മൾ അപ്പം തന്നെ അവിടെ ചുറ്റൂർ കാഷ്വാലിറ്റി കാണിച്ചായിരുന്നു. അപ്പോൾ അവർ പെട്ടെന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞു. അവിടെ വേണ്ടത്ര ഫെസിലിറ്റീസ് അവിടെ ഇല്ല, ICU ഒന്നും ചിറ്റൂരിൽ ഇല്ല എന്ന് ജില്ലാ ഹോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറഞ്ഞപ്പോഴാണ് നമ്മൾ നേരെ ഇങ്ങോട്ട് എത്തിയത്. ഇതിപ്പോഴും നമ്മുടെ മോൾക്ക് കടിച്ച്, നമ്മുടെ ചേച്ചിക്ക് കടിച്ച്, ഇതിപ്പോൾ തൊട്ടടുത്ത് ചെറിയ കുട്ടികളെല്ലാം ആ ബെഡിൽ കിടക്കുന്നുണ്ട്. ഇപ്പോൾ വലിയൊരാൾക്ക് കടിച്ചു കാരണം അവർ പാമ്പ് കണ്ടു പറഞ്ഞു. ഇതേ സമയം ചെറിയ കുട്ടിക്ക് കടിച്ചതാണെങ്കിൽ അവരെ കൊണ്ടെന്തെങ്കിലും പറയാൻ പറ്റും. ഇതെന്തെങ്കിലും ആയ ശേഷമായിരിക്കും നമ്മളിത് അറിയുന്നത്. ഇതിപ്പോൾ ഞങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമല്ല ഞങ്ങൾ പറയുന്നത്. അവിടെ ഇപ്പോൾ ജില്ലാ ഹോസ്പിറ്റലിൽ താലൂക്ക് ആശുപത്രി വിശ്വസിച്ച് വരുന്ന ഒരുപാട് രോഗികൾ അവിടെ ഉണ്ട്. അവർക്കും കൂടി വേണ്ടിയിട്ടാണ് നമ്മളിത് സംസാരിക്കുന്നത്. സ്ത്രീകളുടെ വാർഡിലായിരുന്നു കിടക്കുന്നത്. തൊട്ടടുത്ത് ചെറിയ ചെറിയ കുട്ടികളെല്ലാം അവിടെ ഉണ്ട്. ഞങ്ങൾ വൈകുന്നേരം ബ്ലഡിന് റിപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് കാണുന്നത് അവിടെ പെരിച്ചായും എലിയെല്ലാം നമ്മൾ നടക്കുന്ന സൈഡിലൂടെ പാസ് ചെയ്ത് പോകില്ല. ഇതെല്ലാം അവർക്ക് കടിച്ചു കഴിഞ്ഞാൽ ഈ മഴക്കാലത്ത് ഇതിലും വലിയ അസുഖങ്ങൾ വരില്ല എന്ന് എന്താ ഉറപ്പ്? വലിയ ഹോസ്പിറ്റലിൽ വലിയ ബിൽഡിംഗ് എല്ലാം അവിടെ കെട്ടിവെച്ചിട്ടുണ്ട്. ഒരു ഉപകാരവും ഇല്ല. നമ്മളെപ്പോലെ പാവപ്പെട്ടവർ അവിടെ പോകുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഇതേ അവസ്ഥയാണ്. ഇതുപോലെ പല സംഭവങ്ങളും അവിടെ ഉണ്ടായിട്ടുണ്ട്. നായ കടിച്ചാൽ വാക്സിൻ ഇല്ല. ഇവിടെ നിന്ന് ചിറ്റൂർ ആശുപത്രിയിൽ പോയാൽ ഇവിടെ ഇല്ല പറയും, പാലക്കാട് ആശുപത്രിയിൽ വന്നാൽ പാലക്കാട് ഇല്ല പറയും. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് നായ കടിച്ചിട്ടടക്കം ഞാൻ ഒരു മെമ്പറായിട്ട് പോലും അവരോട് റിക്വസ്റ്റ് ചെയ്തപ്പോൾ തൃശ്ശൂർ ആശുപത്രിയിൽ രാത്രി ഒരു 12 മണിക്കാണ് പോയിട്ട് ഇഞ്ചക്ഷൻ അടിക്കേണ്ടി വന്നത്. തീർത്തും ജനങ്ങളോടുള്ളൊരു നല്ല സമീപനമല്ല പാലക്കാട് ജില്ലയിലെ ഗവൺമെൻറ് ആശുപത്രികൾ നടത്തുന്നത് എന്നാണ് പറയാനുള്ളത്. ഈ ഹോസ്പിറ്റലിൽ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഗവൺമെൻറ്റിനെ വിശ്വസിച്ച് ഇങ്ങോട്ട് വരിക. നമ്മളെന്താ പ്രൈവറ്റിലേക്കല്ലേ പോകാൻ തോന്നുക? ഇത്രയും മോശം അവസ്ഥ. നിങ്ങൾ തന്നെ അവിടെ നിന്ന് പോയി നോക്കൂ ആ വാർഡും ആ പരിസരം എങ്ങനെയാണ് കിടക്കുന്നതെന്ന്.
വേണ്ട ആൾക്കാരുണ്ടോയെന്ന് നമുക്ക് അറിയുന്നില്ല. അവരവിടെ ക്ലീൻ ചെയ്യുന്നത് എല്ലാവരും വരുന്നുണ്ട്, ദിവസേന വരുന്നുണ്ട്, അവിടെ എന്തെല്ലാം കാണിക്കുന്നുണ്ട്, പോകുന്നുണ്ട് എന്നല്ലാതെ ഇതിപ്പോ ഈ പാമ്പ് ഇതിൻ്റെ ഉള്ളിൽ കയറി ഇത് തിരിച്ച് മറ്റുള്ള ഭാഗത്തിലേക്ക് പോകില്ല എന്ന് ഒരു ഉറപ്പില്ല. അത് ചെറിയൊരു കുട്ടി പാമ്പാണ് കണ്ടിരിക്കുന്നത്. ഇത് ചിലപ്പോൾ പല പാമ്പുകൾ ആ പരിസരത്തിന് ഉണ്ടാവാൻ വളരെയധികം ചാൻസ് ഉണ്ട്. കുട്ടിയായതുകൊണ്ട് തന്നെ അതിന്റെ തള്ള ഉൾപ്പെടെ അല്ലേ തീർച്ചയായും ഉണ്ടാവാൻ നമുക്ക് ചാൻസ് ഉണ്ട്. ഇതിപ്പോ കൈയോടെ പിടിച്ചത് കാരണം അറിഞ്ഞു, ഇല്ല വെച്ചാൽ അവർ ഇതിനെ മറക്കില്ല എന്ന് എന്താ ഉറപ്പ്. ചിലപ്പോൾ ഇത് നമ്മുടെ കയ്യിലെ പാമ്പ് കിട്ടിയത് കാരണം നമ്മളിപ്പോൾ എല്ലാവരും കാണിച്ചു കൊടുത്തു, ഇല്ല വെച്ചാൽ അങ്ങനത്തെ ഒരു സംഭവം ഇല്ലാന്ന് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അവർ മറച്ചു വെക്കാനും വളരെയധികം സാധ്യതയുണ്ട്. അതുതന്നെയാണ്. ഏതായാലും ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഈ ആശുപത്രിയിൽ വലിയ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളൊന്നും കൃത്യമായി നടത്തിയിട്ടുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. പാമ്പ് മാത്രമല്ല, എലിയും പെരിച്ചാഴിയും ഉൾപ്പെടെ ഈ താലൂക്ക് ആശുപത്രിയിൽ തങ്ങൾ കണ്ടിരുന്നു. ചികിത്സയ്ക്കായി അവിടെ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് എലിയും പെരിച്ചാഴിയും ഉൾപ്പെടെ കണ്ടിരുന്നു. മാത്രമല്ല, ഈ പാമ്പ് കടിയേൽക്കാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത്, ഇവർ പറയുന്നത് ഈ കുട്ടിയെ അഡ്മിറ്റ് ചെയ്ത സമയത്ത് ഇന്ന് രാവിലെ കുട്ടി ആ ഒരു വാർഡിൽ, സ്ത്രീകളുടെ വാർഡിൽ മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ചപ്പോൾ അത് തൂത്തുകളയുന്നതിന് വേണ്ടിയാണ് യുവതി ഇത്തരത്തിൽ ചൂലെടുക്കാൻ വേണ്ടി പോയത്. ആ ചൂലെടുക്കാൻ പോയപ്പോൾ ചൂലിന്റെ മുകളിലാണ് ഈ പാമ്പിന്റെ കുട്ടി കണ്ടത്. ഏതായാലും പാമ്പിന്റെ കുട്ടിയെ കണ്ട സ്ഥിതിക്ക് കുട്ടി മാത്രമല്ല, അതിന്റെ തള്ള ഉൾപ്പെടെ ഉള്ള വലിയ പാമ്പ് ഉൾപ്പെടെ അവിടെ ഉണ്ടാവാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല എന്നുള്ളൊരു ആരോപണമാണ് കുടുംബം ഏതായാലും ഉന്നയിക്കുന്നത്. ഏതായാലും നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ഈ സംഭവം വലിയ ഭീതിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം ഒരുപാട് ആളുകൾ ദിവസവും ചികിത്സയ്ക്ക് എത്തുന്ന ഒരു ആശുപത്രിയാണ് ചിറ്റൂരിലെ താലൂക്ക് ആശുപത്രി. ആ ആശുപത്രിയിലാണ് ചികിത്സയ്ക്ക് പോയ ഒരു യുവതി, ആ യുവതിയുടെ കുട്ടിയുടെ ചികിത്സയ്ക്ക്, ഡെങ്കുപ്പനി ബാധിച്ച കുട്ടിയുടെ ചികിത്സയ്ക്ക് വേണ്ടി പോയിരിക്കുന്നു. പക്ഷെ അവിടെ നിന്നും ഇങ്ങനെ ഒരു പാമ്പ് കടിയേൽക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ദേവിക, അരുൺ, ആശുപത്രിക്കുള്ളിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നത്. മാത്രവുമല്ല, പാമ്പിന്റെ കുഞ്ഞിനെ കണ്ട സ്ഥിതിക്ക് അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും പാമ്പുകൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ഇതുമായി ബന്ധപ്പെട്ട ആശുപത്രി അധികൃതർ ഒരു അന്വേഷണം നടത്തിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇനിയും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കാൻ എന്ത് നടപടിയാണ് ആശുപത്രി അധികൃതർ സ്വീകരിച്ചത്? നിലവിൽ ആശുപത്രിയുടെ ഭാഗത്തുനിന്ന് അത്തരത്തിൽ പ്രതികരണങ്ങളോ മറ്റോ ഒന്നും തന്നെ വന്നിട്ടില്ല. പക്ഷേ എങ്കിൽ പോലും ഈ ഒരു സംഭവം വളരെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. നമുക്കറിയാം, ഏതാനും വർഷം മുൻപ് വയനാട്ടിൽ ഒരു സ്കൂളിൽ വെച്ച് ഒരു കുട്ടിക്ക് പാമ്പ് കടി ഏൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ സ്കൂളുകൾ വലിയ രീതിയിൽ ഒരിടത്ത് വലിയ ദുഷ്കരമായി പോകുന്നു, മറ്റൊരിടത്ത് ഈ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ, സാധാരണക്കാർ അധികവും ചികിത്സയ്ക്ക് എത്തുന്നത് സർക്കാർ ആശുപത്രികളിലാണ്. പക്ഷേ അത്തരത്തിലുള്ള സർക്കാർ ആശുപത്രികളിൽ വേണ്ട മതിയായ സൗകര്യങ്ങൾ ഇല്ല എന്ന് മാത്രമല്ല, അവിടെ വെച്ച് ചികിത്സയ്ക്ക് പോയ ആൾക്ക് പാമ്പ് കടി ഏൽക്കുന്നു എന്നുള്ളത് വളരെ ദൗർഭാഗ്യകരമായ സംഭവമാണ് എന്നുള്ളത് തന്നെയാണ്. ചിറ്റൂർ ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം ചിറ്റൂർ ആശുപത്രി ഈ ഒരു കിഴക്കൻ മേഖലയുടെ, പാലക്കാട് ജില്ലയുടെ കിഴക്കൻ മേഖലയിലുള്ള ആളുകൾക്കൊക്കെ ചികിത്സയ്ക്ക് ഏറ്റവും പെട്ടെന്ന് അവർക്ക് ഓടിയെത്താൻ കഴിയുന്ന ഒരു ആശുപത്രിയാണ് ചിറ്റൂർ ആശുപത്രി. ആലത്തൂർ താലൂക്ക് ആശുപത്രി കഴിഞ്ഞാൽ പിന്നീട് ഈ കിഴക്കൻ മേഖല ഭാഗത്തുള്ള ആളുകളൊക്കെ കൂടുതലും ആശ്രയിക്കുന്നത് ഈ ചിറ്റൂർ താലൂക്ക് ആശുപത്രിയാണ്. പക്ഷേ ആ ആശുപത്രിയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു കുട്ടിയെ, ഡെങ്കുപ്പനി ബാധിച്ച കുട്ടിയെ ചികിത്സിക്കാൻ പോയ അമ്മയ്ക്ക് ഈ ആശുപത്രിക്ക് അകത്ത് നിന്ന് പാമ്പ് കടിയേൽക്കുന്ന സംഭവം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇവർ ഈ പാമ്പിന്റെ കുട്ടിയെ അപ്പോൾ തന്നെ പിടിച്ച് അതിനെ ഒരു കുപ്പിയിലാക്കി ഡോക്ടർമാർക്ക് കൊണ്ട് കാണിച്ചു കൊടുത്തത് കൊണ്ട് തന്നെ ഏത് പാമ്പാണ് എന്നുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി തിരിച്ചറിയാൻ കഴിഞ്ഞു. അതിനനുസരിച്ചുള്ള ചികിത്സ നൽകാൻ ആശുപത്രി അധികൃതർക്ക് കഴിയുന്നുണ്ട് എന്നുള്ളതാണ്. ഏതായാലും ഈ അമ്മയെ ഇപ്പോൾ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ഒബ്സർവേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. 48 മണിക്കൂറോളം ഒബ്സർവേഷനിൽ ഇരുത്തണം എന്നുള്ളതാണ് ആശുപത്രി അധികൃതർ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളതാണ് ബന്ധുക്കൾ പറയുന്നത്. നിലവിൽ ഏതായാലും ഈ ആശുപത്രി, ചിറ്റൂർ ആശുപത്രി അധികൃതർ ഈ വിഷയത്തിൽ എന്താണ് പറയുന്നത് എന്ന് അറിയേണ്ടിയിരിക്കുന്നു. കാരണം കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളും മറ്റും നടക്കാത്തത് തന്നെയാണോ, ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ച തന്നെയാണോ ഈ കാര്യം എന്നുള്ളത് വ്യക്തമാവേണ്ടതുണ്ട്. മാത്രമല്ല, ഇവർ പറയുന്നത് പ്രകാരമാണെങ്കിൽ പാമ്പ് മാത്രമല്ല എലിയും പെരിച്ചാഴിയും ഉൾപ്പെടെ ഈ ആശുപത്രിയിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ ഇത്തരത്തിലൊരു സർക്കാർ ആശുപത്രിയിൽ, സർക്കാർ താലൂക്ക് ആശുപത്രിയിൽ യാതൊരു തരത്തിലുള്ള ഈ ശുചീകരണ പ്രവർത്തനങ്ങളും നടത്തുന്നില്ലേ എന്നുള്ള ഒരു ചോദ്യവും ഉയരുന്ന സാഹചര്യമാണുള്ളത്. ഇത്രയും വലിയൊരു വിഷയമുണ്ടായ സ്ഥിതിക്ക് ആരോഗ്യവകുപ്പിലെ ഉദ്യോഗസ്ഥരെ വിഷയം അറിയിച്ചിട്ടുണ്ടോ? അവർ ഏതെങ്കിലും തരത്തിൽ പ്രതികരണം നടത്തിയ സാഹചര്യമുണ്ടോ? അവരവിടേക്ക് എത്തുന്ന സാഹചര്യമുണ്ടോ? ദേവിക, ആരോഗ്യവകുപ്പിന്റെ ഉദ്യോഗസ്ഥരൊന്നും ഇപ്പോൾ നിലവിലേതായാലും സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. നമ്മൾ ജനം ടി വിയിലൂടെ തന്നെയാണ് ഇത് ആദ്യം പുറത്തേക്ക് വരുന്നത്. ഈ സാഹചര്യത്തിൽ ഇനി കൂടുതൽ അധികാരികളുടെ ശ്രദ്ധയിൽ ഇത് പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ മണ്ഡലത്തിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ സർക്കാർ ആശുപത്രിയുടെ തൊട്ട് അപ്പുറത്താണ് മന്ത്രി കൃഷ്ണൻകുട്ടിയുടെ ഓഫീസ് ഉള്ളത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഉൾപ്പെടെ ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ്. കാരണം
മന്ത്രിയുടെ ഓഫീസിന്റെ തൊട്ടപ്പുറത്തുള്ള ആശുപത്രിയിൽ ഇങ്ങനെ ഒരു ചികിത്സയ്ക്ക് പോയ യുവതിയുടെ കുഞ്ഞിനെ ചികിത്സയ്ക്ക് വേണ്ടി പോകുന്നു. ആ യുവതിക്ക് ആശുപത്രിക്ക് അകത്തു നിന്ന് പാമ്പ് കടി ഏൽക്കുന്നു എന്ന് പറയുമ്പോൾ അത് വളരെ വളരെ ഗൗരവകരമായിട്ടുള്ള കാര്യമാണ്. മാത്രമല്ല സംസ്ഥാനത്ത് തന്നെ ഇത്തരത്തിൽ സർക്കാർ ആശുപത്രികളിലാണ് ഏറ്റവും അധികം ആളുകൾ ചികിത്സയ്ക്ക് പോകുന്നത് എന്നിരിക്കെ അത്തരത്തിലൊരു സർക്കാർ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് പോയ ആളുകൾക്ക് പാമ്പ് കടി ഏൽക്കുന്ന സാഹചര്യം പോലും ഉണ്ടാകുന്നു എന്നുള്ളത് വളരെ ഗൗരവകരമായി തന്നെ ആരോഗ്യ വകുപ്പ് ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് എന്നുള്ളതാണ്. മാത്രമല്ല മഴ കനക്കുന്ന ഒരു സ്ഥിതിയാണ്. മഴ കനക്കുമ്പോൾ ധാരാളം ആളുകൾ പലവിധ രോഗങ്ങൾ പെരുകുന്നുണ്ട്. ഡെങ്കുപ്പനി മാത്രമല്ല വിവിധ തരം പനികളും മറ്റുമൊക്കെ നാട്ടിൽ വ്യാപിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഈ സാഹചര്യത്തിൽ ഒരുപാട് ആളുകൾ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്കായി എത്തുന്ന ഒരു സ്ഥിതിയുണ്ട്. ആ സാഹചര്യത്തിൽ മതിയായ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ ആശുപത്രികൾ കേന്ദ്രീകരിച്ച് നടത്തേണ്ടതുണ്ട്. കാരണം കൂടുതൽ ആളുകൾ എത്തുമ്പോൾ ആ ആളുകളെ എല്ലാം അക്കോമഡേറ്റ് ചെയ്യേണ്ട അല്ലെങ്കിൽ അവർക്ക് വേണ്ട മതിയായ ചികിത്സ നൽകുന്നതിനും മറ്റു സൗകര്യങ്ങളൊക്കെ ഒരുക്കേണ്ട ഒരു സാഹചര്യമുണ്ട്. പക്ഷെ അത്തരത്തിലൊരു സാഹചര്യത്തിൽ പോലും മതിയായ ചികിത്സ നൽകുന്നതിനൊപ്പം തന്നെ ഈ അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യങ്ങളിലും ഉറപ്പുവരുത്താതിരിക്കുകയാണെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുമെന്നുള്ളത് വ്യക്തമാക്കുന്നതാണ് ഈ ഒരു സംഭവം. ഏതായാലും ഈ ആശുപത്രിയുടെ ഭാഗത്ത് നിന്ന് ഇതിൽ എന്താണ് അവർക്ക് പറയാനുള്ളത് എന്ന് അറിയേണ്ടതുണ്ട്. ആരോഗ്യ വകുപ്പ് ഉൾപ്പെടെ DMO ഉൾപ്പെടെയുള്ള ആളുകൾ ഈ വിഷയത്തിൽ എന്ത് പ്രതികരണം നടത്തും എന്നും അറിയേണ്ടതുണ്ട്. നിലവിലേതായാലും ഈ പാമ്പ് കടിയേറ്റ യുവതി ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ്. അതേസമയം തന്നെ ആശുപത്രിയിലെ ശുചീകരണ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ കൃത്യമായി നടക്കുന്നില്ല. പാമ്പ് മാത്രമല്ല എലിയും പെരിച്ചാഴിയും ഉൾപ്പെടെ ഈ ആശുപത്രിക്കകത്തുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ വൃത്തിഹീനമായ സാഹചര്യം തന്നെയാണോ, എന്താണ് അവിടുത്തെ സ്ഥിതി എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിലും കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. അരുൺ, മഴക്കാലമാണ്. അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ സാംക്രമിക രോഗങ്ങൾ പിടിപെട്ട് ജനങ്ങൾ ആശുപത്രികളിലേക്ക് എത്തുന്നൊരു സാഹചര്യമുണ്ട്. അതോടൊപ്പം തന്നെ കേരളത്തിൽ പനി രോഗികളുടെ എണ്ണം കൂടുന്നു എന്നൊരു വിവാദം കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലാണ് ഇത്തരമൊരു സംഭവം പാലക്കാട് നിന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സാംക്രമിക രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ആശുപത്രിക്കുള്ളിൽ വൃത്തിഹീനമായി ഇത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടാകുക, അതിലൊക്കെ ഉപരിയായിട്ട് ഗുരുതരമായി ഇഴജന്തുക്കൾ ആശുപത്രിക്കുള്ളിൽ കടന്നു കയറുക എന്നൊക്കെ പറയുന്നത് ഗുരുതരമായൊരു വീഴ്ചയായി തന്നെ കാണേണ്ടതുണ്ട്. അവിടുത്തെ ശുചീകരണ തൊഴിലാളികൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ ചെയ്തിട്ടില്ല എന്ന് വ്യക്തമാണ്. അതോടൊപ്പം തന്നെ സൗജന്യ ചികിത്സ എന്നതുകൊണ്ട് ആരുടെയും ഔദാര്യമല്ല, ജനങ്ങളുടെ നികുതി പണം കൊണ്ട് തന്നെയാണ് ഇത്തരം ആശുപത്രികൾ പ്രവർത്തിക്കുന്നത് എന്നുകൂടി എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയുണ്ട്. എങ്കിൽ പോലും ജനങ്ങൾ അവിടെ പറയുന്നു ഇത് ആദ്യത്തെ സംഭവമല്ല, മുൻപും പലതരം വിഷയങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നവർ പറയുന്നുണ്ട്. ഇപ്പോൾ ആ മകളുടെ അവസ്ഥ എന്താണ്? അവരുടെ രോഗം ഭേദമാക്കാനുള്ള ചികിത്സകൾ അവിടെ നടക്കുന്നുണ്ടോ? അവരെ അവഗണിക്കുന്ന ഒരു സ്ഥിതി അവിടെ ഉണ്ടോ? നിലവിൽ ആ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ചും കൃത്യമായി ഈ പരിശോധന, രക്തസാമ്പിളുകളുടെ പരിശോധന ഫലം ഉൾപ്പെടെ ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബന്ധുക്കൾ പറയുന്നത്. മാത്രമല്ല ഈ കുഞ്ഞിന്റെ ചികിത്സ സംബന്ധിച്ച് അമ്മ പോലും അടുത്തില്ലാത്ത തരത്തിൽ ഈ കുഞ്ഞിന് ചികിത്സ നൽകേണ്ട അവസ്ഥയിലേക്ക് തങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ളൊരു ദുഃഖമാണ് കുടുംബം പങ്കുവെക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ദേവിക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ മഴക്കാല പൂർവ്വ ശുചീകരണങ്ങൾ നമുക്കറിയാം വിവിധ ഇടങ്ങളിൽ, അത് വഴിയോരങ്ങളിലും മറ്റുമൊക്കെ കൃത്യമായി നടത്തേണ്ടതാണ്. പക്ഷെ സംസ്ഥാനത്തെ വ്യാപകമായ അത്തരത്തിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ എവിടെയും നടക്കാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതിൽ മാത്രമല്ല തിരുവനന്തപുരത്തെ ഒരു തോടിനകത്ത് കൃത്യമായ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിരുന്നെങ്കിൽ തോടിനകത്ത് ഒരു ജീവൻ പൊലിയുന്ന സാഹചര്യം പോലും ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ അത്തരത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ ശുചീകരണ പ്രവർത്തനങ്ങളിൽ മാലിന്യ സംസ്കരണത്തിലൊക്കെ വലിയ വീഴ്ചകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ പനി പോലുള്ള പലതരം പനികളും മറ്റുമൊക്കെ സംസ്ഥാനത്ത് ഇങ്ങനെ വ്യാപിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവാനുള്ള പ്രധാന കാരണം ഡെങ്കുപ്പനി ബാധിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ ഗായത്രി എന്ന യുവതി അവരുടെ മകളെ ചികിത്സിക്കുന്നതിന് വേണ്ടി ചിറ്റൂരിലെ ആശുപത്രിയിലേക്ക് എത്തിയത്. പക്ഷെ ആ ആശുപത്രിയിൽ എത്തുമ്പോൾ ഈ പുറത്തൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കാതിരിക്കുന്നതും അല്ലെങ്കിൽ റോഡിലും മറ്റുമൊക്കെ ശുചീകരണം കൃത്യമായി നടക്കാതിരിക്കുന്നതൊക്കെ നമുക്ക് അത് കണ്ടില്ലെന്ന് വെക്കാം. എങ്കിൽ പോലും അത് കണ്ടില്ലെന്ന് വെക്കാൻ പാടില്ല. എങ്കിൽ പോലും അത്തരം കാര്യങ്ങൾ ഒഴിവാക്കാം. പക്ഷേ ആശുപത്രിക്ക് അകത്ത് പോലും ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ ഇത്തരത്തിൽ കൃത്യമായി നടത്തുന്നില്ല എന്ന് പറയുമ്പോൾ എത്രമാത്രം ഈ സർക്കാർ സംവിധാനങ്ങൾ ഈ ആശുപത്രികളിലൊക്കെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കും മറ്റുമൊക്കെ എത്രമാത്രം പ്രാധാന്യം നൽകുന്നു എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ് എന്നുള്ളതാണ്. മാത്രമല്ല ആരോഗ്യ വകുപ്പും അതുപോലെ തന്നെ ഈ ബന്ധപ്പെട്ട അധികാരികളുമൊക്കെ ഈ വിഷയത്തിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത് എന്നുള്ളതും വ്യക്തമായി അറിയേണ്ട ഒരു സാഹചര്യം തന്നെയാണ്. നിലവിലേതായാലും ഈ യുവതിയുടെ ഈ
ആശുപത്രിക്ക് അകത്ത് വെച്ച് തന്നെ പാമ്പ് കടിയേറ്റത് ആ പ്രദേശത്ത് ആ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് എത്തുന്ന ആളുകളിലൊക്കെ വലിയ ഞെട്ടൽ തന്നെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. കാരണം തങ്ങളൊക്കെ ഇനി എന്ത് വിശ്വസിച്ചാണ് ഈ സർക്കാർ ആശുപത്രിയിലൊക്കെ ചികിത്സയ്ക്ക് പോവുക എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടും ആളുകൾ ചിന്തിക്കുന്നത്. കാരണം ഏതൊരു അസുഖം വരുമ്പോഴും വലിയ സ്വകാര്യ ആശുപത്രികളിൽ പോകാൻ കാശില്ലാത്ത സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഓടിയെത്തുക അടുത്തുള്ള സർക്കാർ ആശുപത്രിയിലാണ്. പക്ഷേ ആ സർക്കാർ ആശുപത്രിയിലാണ് ഇങ്ങനെ ചികിത്സയ്ക്ക് ഒരു കുട്ടിയെ കൊണ്ട് പോകുമ്പോൾ ആ കുട്ടിയുടെ അമ്മയ്ക്ക് പോലും പാമ്പ് കടി ഏൽക്കുന്നു, ആശുപത്രിക്ക് അകത്തുനിന്ന് പോലും പാമ്പ് കടി ഏൽക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാകുന്നു എന്നുള്ളത് അതുതന്നെയാണ്. മകളുമായി സർക്കാർ ആശുപത്രിയിലെത്തിയ യുവതിയെ പാമ്പ് കടിച്ചു. പാലക്കാട് ആടിച്ചിറ സ്വദേശിനി ഗായത്രിയാണ് പാമ്പ് കടിച്ചത്. ചിറ്റൂർ താലൂക്ക് ആശുപത്രിയിൽ വെച്ച് ഇന്ന് രാവിലെയാണ് സംഭവമുണ്ടായത്. യുവതിയെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങൾ നൽകുകയായിരുന്നു തത്സമയം അരുൺ ആലത്തൂർ.